പിന്നെ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി വന്നോടത്ത് വെച്ച് കാണാമെന്ന് നമുക്ക് നേരിടാം. എന്ത് വരുന്നിടത്ത് വെച്ച് കാണാൻ? അവരെല്ലാവരും കൂടെ വന്നിട്ട് എൻ്റെ മുട്ടുകാല് തല്ലി ഓടിച്ചിട്ട് അത് കാണാന്നാ? അതൊക്കെ ഒരു ആവേശത്തിന് പറയണല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ ആയിട്ട് ചെയ്യോ? എന്തൊക്കെയായാലും നീ അതൊന്നും ചെയ്തത് ശരിയായില്ല. അത്ര ആവേശം കാണിക്കണ്ടായിരുന്നു. എന്ത് ഞാൻ തല്ലിയത് ശരിയായില്ല എന്നാ? കനക തല്ലിയെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഡ്യൂട്ടി സമയത്താണ്, ഓഫീസിലാണ്. എടാമ്പിൾ സംസാരിച്ച നീ കേട്ടതല്ലേ? അല്ലേ? അത് ഞാനല്ല, നീയാണെങ്കിൽ തല്ലി പോകുന്നല്ലേ നീ അപ്പം പറഞ്ഞ എന്നോട്. പിന്നെ ഇപ്പോൾ വാക്ക് മാറണം എന്താണ്? അതല്ല, കാര്യങ്ങൾ ഇത്രയും ഗൗരവമായതുകൊണ്ട് ഞാൻ പറയണേ. നമുക്കൊരു വീണ്ടും വിചാരം ഉണ്ടാക്കി കുഴപ്പമില്ലല്ലോ ആ കാര്യത്തിൽ. ഇപ്പം എന്ന് വെച്ചാൽ അവളുടെ കെട്ടിയാൻ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാൾ ഏത് നിമിഷം ഇവിടെ കയറി വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ സമാധാനത്തോടെ ഇരിക്കും. ഒന്നാമത്തെ ബോംബെയിലുള്ള മുഴുവൻ ആളുകളും ഗുണ്ടകളായിരിക്കുള്ളൂ. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതാ പറയണ. ഇപ്പോൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നോക്കാം. നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്ത് അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഹലോ, കനകനാ? എവിടെന്നാ? ബോംബെന്നാ? ഇല്ല, കനകനില്ല. കുറച്ച് ദിവസത്തേക്കില്ല. പറയാ. ഒരു മാസം കഴിഞ്ഞിട്ടാ? ശരി. ഇതാ രമേഷ് ചേട്ടനായിരുന്നു. നിനക്ക് പൈസ തരാനുണ്ടാ? പുള്ളി ഇന്ന് പോണേണ്. അപ്പൊ ഇന്നുണ്ടെങ്കിൽ തരായിരുന്നു. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോളൂ. നിനക്ക് ഞാൻ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു പോയില്ലേ? അപ്പൊ അതും പോയി. നല്ല കാലം. കനക, ഞാൻ ഇല്ലെന്ന് പറ. ഞാൻ എന്താ? വേറെ ആരുമില്ല ഇവിടെ? വേറെ ആരുമില്ല. നേരത്തെ 2 പേരുണ്ടായി. ഇപ്പൊ ഒരാൾ പുറത്താണ്. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ഫാസിൽ. ഞാൻ മുസ്ലിമാണ്. ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അത് ശരി. ഏയില്ലേ? ഏയില്ല. എന്തേ? എനിക്കൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനാണ്. അതിന് ഒന്നുമില്ല ഇവിടെ. ഉച്ച കഴിഞ്ഞിട്ട് വാ. ഉച്ച കഴിഞ്ഞിട്ടോ? ഉച്ച കഴിഞ്ഞിട്ട് വാ. ഏയില്ല. അതിന് മുന്നേ പറ്റത്തില്ലേ? ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അവളോടല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് ഉച്ചക്ക് എൻ്റെ അനിയനെ പറഞ്ഞു വെച്ചാൽ മതിയോ? അനിയനെ ഒന്നും പറഞ്ഞു വെച്ചാൽ പറ്റൂല. നിങ്ങൾ തന്നെ വന്ന. വേറെ ആളെ പറഞ്ഞു വിട്ടിട്ട് വേണം പേടിച്ച് ആവാൻ. ചെല്ലി. അപ്പൊ ശരി കഴിഞ്ഞിട്ടോ. ശരി. കനക, ബോംബെക്കാരനാ? അതൊരു മണഗുണാഞ്ചനാണ്. അറ്റസ്റ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളുടെ വാ. അറ്റസ്റ്റ് ചെയ്യാമെന്നാണ്? വെറുതെ പേടിക്കാണ്. ആരെങ്കിലും കാണുമ്പോൾ നീ പേടിച്ചോടണം എന്തിനാണ്? അപ്പൊ നീ എടാ പൊട്ടാ പറഞ്ഞ എന്നോട് കയറി അകത്ത് പോന്നു. എടാ, ആ തെണ്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ എൻ്റെ വയറ്റ് ചെയ്യുന്നു പോയി. അതുകൊണ്ട് പറഞ്ഞാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? യാതൊരു പിടിയും കിട്ടില്ല ഫാസിലെ. അതെ, ഞാൻ ഇന്നലെ ആ ജുനൈസ് വക്കീലിനെ കണ്ട്. ഞാൻ നിൻ്റെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അവർ കേസിന് പോകുകയാണെങ്കിൽ, സ്ത്രീപീഡനം പറഞ്ഞ് പോകുകയാണെങ്കിൽ ഒരു 10-20 കൊല്ലെങ്കിലും അകത്ത് കിടക്കുമെന്നാണ് പറഞ്ഞത്. എന്തിനു? ഒരു തല്ല് തല്ലിയനോ? ഒരു തല്ലിന്നല്ല കോടതി പറയണ. നീ അവരെ കയറി പിടിക്കാൻ ശ്രമിച്ച് അവരെ മർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ബലപ്പെടുത്തും. പിന്നെ ഊരി പോരാൻ പറ്റൂല. എന്താ ഊരി പോരാൻ പറ്റില്ല? അതൊരുമാതിരി തെണ്ടിത്തരല്ലേ? നീ ഈ മേശപ്പുറത്തിരുന്ന് പറയണ പോലെ അല്ല. അവിടെ വക്കീലുമാർ തമ്മിൽ വാദിക്കും. അവസാനം നീ പ്രതിയാണെന്ന് അങ്ങാടെ അവർ വിധിച്ചു കഴിഞ്ഞാൽ ആരോട് പറയാനാണ്? കാര്യം കൈവിട്ടു പോയൊക്കെയാണ്. നമ്മളൊന്നാമത്തെ പെണ്ണുങ്ങളോട് കയറി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ തല്ലാനോ നിൽക്കരുത്. അത് നീ ചെയ്ത തെറ്റ് തന്നെയാണ്. ഞാൻ ഈ ജോലി രാജിവെക്കുകയാണ്. അല്ലെങ്കിൽ ആ മൂന്നാറിൽ പോവാം, മത്തായിയുടെ റിസോർട്ടിൽ. എടാ മണ്ട, നീ ജോലിയൊന്നും രാജിവെക്കണ്ട. നീ ഒരു പണിയേ, ഏയിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ലീവ് മേടിച്ചിട്ട് ഒരാഴ്ചത്തൊക്കെ ആ മത്തായി സാറിൻ്റെ അവിടെ പോയി നിൽക്ക്. അപ്പോഴേക്കും കാര്യമൊക്കെ ഒന്ന് നമുക്കിവിടെ ചർച്ച ചെയ്ത് കോംപ്രമൈസും ആക്കി ക്ലിയർ ചെയ്യാന്ന്. ഞാൻ പഠിച്ച പാട് പറഞ്ഞാണ് ആ അമ്മാവനോടും ക്ലീറ്റസിനോടും. ഞാൻ ഓഫീസിൽ പോകണില്ല, ഒരു 10 ദിവസം മാറി നിൽക്കാന്ന്. അപ്പൊ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറ്റം ചെയ്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഓഫീസിൽ പോകുന്ന പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ്. അവർക്ക് നിർബന്ധിക്കുക. നീ ഇപ്പൊ വരണ വഴി നിന്റെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് മുട്ടുകാലി തല്ലി ഓടിച്ചാലാ എന്ത് ചെയ്യും? അത് തന്നെ പറയണ. ഒരാഴ്ച നീ മാറി നിൽക്ക്. ഇപ്പൊ നീ ഇവിടെ ഇരിക്കണത് എനിക്കും കൂടി ദോഷമാണ്. വന്നവര് നമ്മളെ 2 പേരെയും കൂടിയിട്ട് ചവിട്ടി കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയണ, നീ ഒന്ന് മാറി നിൽക്ക്. നീ അകത്തുണ്ട് ചെന്ന് പറ. അപ്പൊ പുറത്തു പോയി പറഞ്ഞല്ലേ നീ? അത് അവന്റെ കാര്യത്തിന് വന്നപ്പോഴല്ലേ. അവനകത്തോട്ട് കയറ്റി വിടണ്ടല്ലാന്ന് ഓർത്ത് പറഞ്ഞാണ്. അകത്തിരിപ്പുണ്ട്, നീ ചെല്ലി.
ഇവിടെ ചെന്ന് പറയടാ. ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം? നിങ്ങളുടെ നടപ്പ് വേണ്ട തോന്നുന്നു ആരാണ്ട് തൂക്കിക്കൊല്ലാൻ പോവാന്ന്. അല്ല അത് വേണം, ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ടേ. എടി നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിൽ നീ എന്നെ കുറ്റപ്പെടുത്താണോ? പിന്നല്ലാതെ എന്താ വേണ്ട ഏട്ടാ? ഏട്ടൻ ഈ വീട്ടിൽ കിടന്ന് കാണിക്കണ പോലെ കണ്ടെടുത്ത് എന്ന് കാണിച്ച പിന്നെ എങ്ങനെ ശരിയാവണേ? എടി ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, അതൊരു അബദ്ധത്തിന് അങ്ങനെ പറ്റിപ്പോയി. ഇപ്പൊ അബദ്ധമല്ലേ പറ്റിയുള്ളൂ. ആരെങ്കിലും നിങ്ങളോട് കാര്യം തിരക്കിയോ? ഇല്ലല്ലോ. കാര്യം തിരക്കിയോ? ഏട്ടൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നോട് കണ്ട ആരെങ്കിലും, വേണ്ട നമ്മുടെ ക്ലീറ്റോ ചേട്ടൻ എൻ്റെ നേരെ ഒന്ന് കൈ പൊക്കിയാൽ നിങ്ങൾ സമ്മതിക്കോ? അതെ, സംഗതി ആകെ വിഷയമായിട്ടുണ്ട്. ആ പെണ്ണിന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ കയ്യും കാര്യം തല്ലിപിടിക്കണം പറയണത്. അവിടെ ഭർത്താവ് ഇതാ ബോംബെന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ ഏട്ടൻ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണാനുള്ളൂ. നീ ഒരു 2 ദിവസത്തിന് ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കും. 2 ദിവസത്തേക്ക് ഞാൻ എങ്ങോട്ട് പോവാൻ? നീ നിന്റെ വീട്ടിൽ പൊക്കോ, ആഴ്ചക്ക് പോകുന്നില്ലേ? ഏട്ടാ ഞാൻ ഏട്ടനെ ഒറ്റക്കിട്ടിട്ട് പോവില്ല. എടി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നേ. അങ്ങേര് വരണ സമയത്ത് ഇവിടെ വീട്ടിൽ പെണ്ണുങ്ങളാരും വേണ്ട, അതാ പറയുന്നത്. നിങ്ങളെ ഒറ്റക്കിട്ടിട്ട് ഞാൻ പോകുന്നില്ല. നീ തൽക്കാലം ഒന്നും അങ്ങോട്ട് മാറ് എൻ്റെ ജമന്തി. ആഴ്ചയിൽ പോണതല്ലേ, നിനക്ക് 2 ദിവസം അവിടെ പോയി നിന്നാൽ എന്താ കുഴപ്പം? അവിടെ പോയി നിക്കണോണ്ടല്ല കുഴപ്പം. പിന്നെന്താ? നിങ്ങളിവിടെ ഒറ്റക്കിട്ടിട്ട് പോകാൻ ശരിയാവില്ലോ. എടി അയാൾ വരുമ്പോ അയാളുടെ കണ്ണ് പെടാതെ ഞാൻ ഒരു 2 ദിവസം അങ്ങോട്ടും മാറണം, അത്രല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാന്ന്. നീ ഒന്നും പറയണ്ട, നടക്ക്, ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് തരാം. ഏട്ടാ ശരിയാവില്ല ഏട്ടാ. നീ വാ, നടക്ക്. വേണ്ട ഇവിടെ പോവാന്നല്ലേ.